എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളുമായിട്ട് വേണ്ടേ വരാ, അതല്ല എന്റെ ഒരു മുറ. അപ്പൊ ദാ അടക്കണ മുറ്റ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, ഇറക്കട്ടെ. നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് നമ്മുടെ ഒരു സാധനം നമ്മുടെ ശരീരത്തിൽ കയറുമ്പോഴത്തേക്കും നമുക്ക് എപ്പോഴും ബുദ്ധിമുട്ടാണ്. സ്റ്റിൽ ഇപ്പോഴും എൻ്റെ ഈ വായിൽ പ്ലേറ്റ് കിടക്കുന്ന സമയത്ത് എനിക്കൊന്നും ഇങ്ങനെ ബലം പിടിച്ച് കടിക്കാനൊന്നും പറ്റില്ല, എല്ല് കടിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇതിനെല്ലാത്തിനും കാരണക്കാരനായിട്ടുള്ള പരമ ഞാൻ സോറി പറയണ്ട, എനിക്ക് ഇനി നിന്റെ സോറി വേണ്ട മോനെ, 8 നീ മടക്കി അങ്ങ് വെച്ചോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇനി സോറി പറയില്ല എന്നൊക്കെയാണ് ആ വേട്ടാവളിയൻ വെകിടൻ കടന്ന് വിളിച്ചു കൂവിയത്. ആ വെകിടന്റെ അടുത്ത് ഓൾറെഡി ഞാൻ പറഞ്ഞത് എനിക്കിനി സോറി വേണ്ട എന്നുള്ളതാണ്. പക്ഷെ ആ വെകിടൻ അത് മനസ്സിലായില്ല. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. ആദ്യം പ്രതീക്ഷിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ വിവരക്കേടുകൾ ആരെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും എന്നുള്ളതാണ്. പക്ഷെ അതിനും ഇനി സാധ്യത ഇല്ലാന്ന് എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട്. കാരണം പുള്ളിക്ക് ഒരുപാട് സ്റ്റാഫ് ഉണ്ട്, മാനേജർ ഉണ്ട്, എനിക്കൊന്ന് പുള്ളിക്ക് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ഇത്രയും വിവരവും ബോധവും ഇല്ലാത്തൊരു വ്യക്തി, ആ വ്യക്തി ആയിരിക്കുമല്ലോ മറ്റുള്ള ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്ത് അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റാഫിനെയൊക്കെ സെലക്ട് ചെയ്യുന്നത്. അതെ, അത് ഞാനാണ്, ഞാൻ തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. അപ്പോ ബോധമില്ലാത്തൊരു കിഴങ്ങൻ, ഒരു മണുകുണാഞ്ചൻ അല്ലെങ്കിൽ ഒട്ടും വിവരമില്ലാത്തൊരു പോങ്ങൻ ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത് കൊണ്ട് ഏറ്റവും വിവരം കെട്ട ആൾക്കാരെ നോക്കിയാണെന്ന് തോന്നുന്നു പുള്ളി റിക്രൂട്ട് ചെയ്യുന്നത്. ബോധമില്ലാണ്ട് എന്തെങ്കിലും ബുദ്ധിമോശം കാണിച്ചാ ബുദ്ധിയുള്ളവർ ബോധത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി തരണ്ടേ? അതല്ലേ ബോധത്തിലുള്ളവരുടെ ലക്ഷണം. ഇതാണ് മാങ്ങാത്തുര്യൻ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത് എനിക്കറിയില്ല. ഒരു മാൻലി ഗെയിം ആയിട്ടാണ് പുള്ളി ഇതിനെ കണ്ടത് എന്നാണ് പറയുന്നത്. അപ്പൊ അവന്റെ മാൻലി ഗെയിം കൊണ്ടാണ് എനിക്കിപ്പോ ഇത്രയും ഇഷ്യൂ ഉണ്ടായിരിക്കുന്നത്. അപ്പോ ഞാനിപ്പോ പുള്ളിനെ കാണുന്ന സമയത്ത് ഞാനും തിരിച്ച് ആ ഒരു മാൻലി ഗെയിം കാണിച്ചില്ല എങ്ങനെ ഇരിക്കും. തല്ല് കിട്ടുമ്പോ എനിക്ക് പിന്നെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. ഏതായാലും ഇതൊരു നല്ല അനുഭവമല്ലേ. നേര് പറയട്ടെ, എനിക്ക് നല്ല വൃത്തിയായ ഒരു തല്ല് കിട്ടേണ്ടത് അത്യാവശ്യമായിരുന്നു. പക്ഷെ നമ്മളത് ചെയ്യില്ല, കാരണം പുള്ളിയുടെ പൈതൃകമല്ലല്ലോ എന്റേത്. നമുക്ക് ഇപ്പോ എന്താ പറയണ്ടേ, കുറച്ച് മാന്യതയുള്ള ബോധമുള്ള ആൾക്കാരാണ് നമ്മളെ വളർത്തി വലുതാക്കിയത്. നമുക്ക് അതിനകത്തും പുള്ളിയെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം പുള്ളിയുടെ അടുത്ത് നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഹൗസിൽ വെച്ചിട്ടാണെങ്കിലും പുറത്ത് വെച്ചിട്ടാണെങ്കിലും പുള്ളി പറയുന്നത് അച്ഛൻ 50 അച്ഛൻ 50 അച്ഛൻ 50 എന്നാണ്. നിങ്ങളെന്ത് ഭ്രാന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. അച്ഛമില്ലേ അച്ഛമില്ലേ അച്ഛം என்பதில்லையே, അച്ഛമില്ലേ അച്ഛമില്ലേ അച്ഛം என்பதில்லை. ഇതിന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു, അതും ഇല്ലാതായി. 50 അച്ഛനുള്ള ആൾക്ക് നമുക്കൊന്നും പ്രത്യേകിച്ച് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം നമുക്കൊക്കെ ഒന്നാണ്, പക്ഷെ പുള്ളിക്കത് 50 ആണ്. അപ്പൊ 50 ഉള്ള ആൾക്ക് നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? അവിടെ വെച്ച് കാണിച്ച ഒരു ചെറ്റത്തരത്തിന്റെ ബാക്കി ഫലമാണ് ഞാൻ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ അതിന്റെ ജീവിതം. അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ പരമനാറി എന്ന് തന്നെ പറയേണ്ടി വരും. ഒന്നും വേണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ വീട്ടുകാരെയും കോണ്ടാക്ട് ചെയ്യാതിരുന്നുകൊണ്ടാണ് എനിക്ക് ആ ചെറ്റയോട് അത്രയും ദേഷ്യമൊക്കെ ഉണ്ടായത്. യോഗാസനം ചെയ്യാതെ തന്നെ ഇവന്റെ ഗ്യാസ് പോയി. ഇത്രയെങ്കിലും ഞാൻ എന്റെ ഓപ്പറേഷന് മുന്നേ ഞാൻ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. നിന്റെ വയറ് നിറഞ്ഞോന്ന് എനിക്കറിയില്ല. എന്റെ വായിലെ വെള്ളം പറ്റിയതുകൊണ്ട് ഇപ്പൊ ഞാൻ തൽക്കാലത്തേക്ക് നിർത്താം. പോട്ടണം പാട്ടിയുടെ പോലെ.